ലോക സാഹിത്യത്തിലെ പാശ്ചാത്യ ഭാഷകളിൽ റൊമാൻറ്റിക് യുഗത്തിന് തൊട്ടു മുൻപുള്ള കാലഘട്ടത്തെയാണ് നിയോ ക്ലാസിസം കാലഘട്ടം എന്ന് വിളിക്കുന്നത്. ഏകദേശം 1650 മുതൽ 1800 വരെ ഉള്ള 1.5 നൂറ്റാണ്ടോളമാണ് നിയോ ക്ലാസിക് യുഗമായിട്ട് നാം കാണുന്നത്. ജോൺ ഡ്രൈഡൻ, അലക്സാണ്ടർ പോപ്പ്, ഡോക്ടർ ജോൺസൺ, ഈ മൂവരായിരുന്നു അക്കാലത്തെ നായകന്മാരിൽ പ്രമുഖർ. ക്ലാസിക്കൽ ക്ലാസിസം, നിയോ ക്ലാസിസം ഒരുപക്ഷെ പാശ്ചാത്യ സാഹിത്യത്തിൽ, കലയിലെല്ലാം പല രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ നിരന്തരം ചർച്ച ചെയ്യപ്പെട്ട ആ ഒരു ചട്ടക്കൂടുകളായിരുന്നു ഇതെല്ലാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. റൊമാൻറ്റിക് പീരീഡിനെ കുറിച്ചും റൊമാൻറ്റിക് അവസ്ഥകളെക്കുറിച്ചും ഒക്കെ മലയാള സാഹിത്യത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ നിയോ ക്ലാസിസത്തെക്കുറിച്ച് വ്യക്തമായിട്ടോ അല്ലെങ്കിൽ ആധികാരികമായിട്ടോ പ്രത്യേകിച്ചൊരു ഗ്രന്ഥങ്ങളൊന്നും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. യൂറോപ്പിനെ 1.5 നൂറ്റാണ്ടോളം 1600 മുതൽ 1800 വരെയെല്ലാം ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെടുകയും എഴുതപ്പെടുകയും ആ ഒരു ചട്ടക്കൂടിനകത്ത് നിന്ന് പലതും സൃഷ്ടിക്കാൻ ശ്രമിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച്, റൊമാൻറ്റിക് പീരീഡിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൃതിയാണ് നിയോ ക്ലാസിസം എന്ന് പറയുന്ന പന്മന രാമചന്ദ്രൻ നായരുടെ ഈ ഒരു പുസ്തകം. നിയോ ക്ലാസിസം പ്രസ്ഥാനത്തെ പറ്റി മലയാളത്തിലെ ആദ്യത്തെ ഗ്രന്ഥം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. ഇറ്റാലിയൻ, സ്പാനിഷ്, ജർമ്മൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷ് എന്നീ സാഹിത്യത്തിൽ നിലനിന്നിരുന്ന ഈ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വിശദവും സമഗ്രവുമായ ഒരു പഠനം, അതാണ് ഈ നിയോ ക്ലാസിസം എന്ന് പറയുന്ന ഈ ഒരു കൃതി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ഇത് പല രീതിയിലും ഇതിനെ സമീപിക്കുകയും വിശദമായിട്ട് തന്നെ ഈ ഒരു ഗ്രന്ഥം അത് ചർച്ച ചെയ്യപ്പെടുകയും നമ്മുടെ ആശയങ്ങൾക്ക് പൂർവീകരുടേതുമായി സാമ്യമുള്ളതിനാൽ അവ നമ്മുടെ സ്വന്തമല്ലെന്ന് പറയുന്നവർ നമ്മുടെ മുഖങ്ങൾ നമ്മളുടെ സ്വന്തമല്ലെന്നും പറഞ്ഞേക്കാം. എന്തെന്നാൽ അവ നമ്മുടെ പിതാക്കളുടെ പോലെയാണല്ലോ ഇരിക്കുന്നത്. ഇത് ജോൺ പോപ്പ് പറയുന്ന അക്കാലഘട്ടത്തിലെ പ്രധാനമായൊരു വാക്യമാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും എടുത്ത് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കൃതി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇതിൽ വിവർത്തന ക്ലേശം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ ഇങ്ങനെ പറയുന്നുണ്ട്: വിവർത്തനം ഒട്ടും അനായാസകരമല്ല. വിഠായുടെ വരികളിൽ ഇതിൻ്റെ സൂചന കാണാം. 1656 വിവർത്തനത്തെപ്പറ്റി ഒരു പ്രബന്ധം എഴുതിയ സർ ജോൺ ഡെൽഹാം ഇങ്ങനെ സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്: കാവ്യമെന്നത് അതിസൂക്ഷ്മമായൊരു ചൈതന്യമാകുന്നു. ഭാഷയിൽ നിന്നും ഭാഷയിലേക്ക് പകരുന്നതിനിടയിൽ അതാകെ ആവിയായി പോകുന്നു. ഒരു ഭാഷയിലെ പദങ്ങളെ കൊണ്ടുള്ള സൂക്ഷ്മ സംവേദനങ്ങളെ ഒരു മാറ്റവും വരാതെ അതേ അളവിൽ അന്യഭാഷാ പദങ്ങളിലേക്ക് പകരുക അസാധ്യം തന്നെ. അതിനൊരു പരിഹാരമായിട്ടാണ് സുപ്രധാന ഭാഗങ്ങളിൽ മൂലപദങ്ങളെയും വാചകങ്ങളെയും അങ്ങനെ തന്നെയോ ഇഷ്ടഭേദത്തെയോ ഘടിപ്പിക്കുന്ന രീതി സ്വീകരിക്കപ്പെട്ടത്. നിരൂപണ പ്രവണത ശക്തിപ്പെട്ടതോടെ ഭാഷാന്തരീക്ഷത്തിലെന്ന പോലെ മൂലവുമായുള്ള സാമ്യത്തിൻ്റെ അളവും സ്വഭാവവും നോക്കി വ്യവച്ഛേദിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 16-ാം ശതകത്തിലുടനീളം ഇത്തരത്തിലുള്ള വളരെ ചർച്ചകൾ നടന്നെങ്കിലും സർവസമ്മതമായ വ്യവസ്ഥാപനം സാധീതപ്രായമായത് 17-ാം ശതകത്തിൽ മാത്രമാണ്. സൂക്ഷ്മമായി പറഞ്ഞാൽ അതിൻ്റെ ഉത്തരാർദ്ധത്തിലാണ് വിവർത്തനത്തിൻ്റെയും അനുകരണത്തിൻ്റെയും വിവർത്തന ധർമ്മങ്ങളെ ക്ലിപ്തപ്പെടുത്തുവാൻ കഴിഞ്ഞതും ഇക്കാലത്ത് തന്നെ. ഒരു വിവർത്തക അവസ്ഥ അല്ലെങ്കിൽ അക്കാലത്തിലെ വിവർത്തനത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ ഈ കൃതിയിൽ നിരവധി അധ്യായങ്ങളെ ശ്രദ്ധേയമായ രീതിയിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ടെന്നാണ്. വിവർത്തന സിദ്ധാന്തം എന്ന് പറയുന്നത് ഫ്രാൻസിൽ വിവർത്തനത്തെ പറ്റിയുള്ള നിയോ ക്ലാസിക് സിദ്ധാന്തത്തിൻ്റെ ആദ്യഘട്ടം 1635 ഫ്രഞ്ച് അക്കാദമിയുടെ സ്ഥാപനത്തോടെ ആരംഭിക്കുന്നു. ഒരു പ്ലൂട്ടാർക്ക് പരിഭാഷയിൽ മാത്രമായി 2000 തെറ്റ് കണ്ടുപിടിച്ച് എഴുതി വായിച്ച ഒരാൾ അക്കൊല്ലം തന്നെ ഫ്രഞ്ച് നിയോ ക്ലാസിസത്തിൽ ക്രമേണ ശക്തി പ്രാപിച്ചത് അനുപദ വിവർത്തനത്തിനു വേണ്ടി ബന്ധപ്പെടാതിരിക്കുക,
മൂലകൃതിയിൽ നിന്നകന്നു പോകാതെയും മാനക്കേടും കാവ്യ നിയമങ്ങളും ഭയന്ന് രചനയുടെ സ്വച്ഛന്ത ഗതിയെ തടയുകയും വെറുമൊരു പകർത്തലുകാരനാവുകയും അരുത്. ഹോറസിൻ്റെ കാവ്യകല എന്ന് പറയുന്ന കൃതിയിലെ 133-ാമത്തെ പേജിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈഡൻ്റെ വിവർത്തന സിദ്ധാന്തമുണ്ട്. ഡ്രൈഡൻ്റെ വിവർത്തന സിദ്ധാന്തത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: പദാനുപത വിവർത്തനം. ബെൻ ജോൺസൺ ഹോറസ് വിവർത്തനങ്ങളിൽ ഇതാണ് സ്വീകരിച്ചത്. ഈ രീതിയിൽ വലിയ പ്രചാരം കിട്ടിയില്ല. സ്വതന്ത്ര വിവർത്തനം. ആശയമൊന്നും വിട്ടുപോകാതിരിക്കാനായി സൂക്ഷ്മം ശ്രദ്ധിക്കുന്നു. അർത്ഥം പോലെ പദങ്ങൾ കർശനമായി പകർത്തുന്നില്ല. അർത്ഥവും അല്പം വിസ്തരിച്ചെന്നു വരാം, എന്നാൽ ഒരിക്കലും ഭേദപ്പെടുകയില്ല. ബാലറുടെ ഇനീഡ് വിവർത്തനം ഉദാഹരണമാണ്. അതുപോലെ അനുകരണത്തെക്കുറിച്ചിട്ട് പറയണത്: ഇതിനെയും വിവർത്തനം എന്ന് വിളിച്ചാൽ മതിയോ എന്ന് ഡ്രൈഡന് സംശയമില്ലാതില്ല. നല്ലതുപോലെ സ്വാതന്ത്ര്യമെടുക്കാം. വാക്കുകളുടെ ആശയങ്ങളും മാറ്റുമെന്ന് മാത്രമല്ല, യുക്തം പോലെ വിട്ടുകളയുകയും ചെയ്യും. മൂലകൃതിയിൽ നിന്നും ചില പൊതുവായ സൂചനകൾ സ്വീകരിച്ചുകൊണ്ട് അടിസ്ഥാന ഘടകത്തെ തന്നെ ഇഷ്ടം പോലെ മാറ്റുക. പിൻകാർഡ്, ഹോറസ് എന്നിവയുടെ അർച്ചന സംഗീതങ്ങളെ ഖൗളി വിവർത്തനം ചെയ്തത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ അക്കാലഘട്ടത്തിലെ വിവർത്തനം, അക്കാലഘട്ടത്തിലെ ഗദ്യങ്ങൾ, പദ്യങ്ങൾ, ഡ്രാമ, നാടകങ്ങൾ, ഈ കാലഘട്ടത്തിൽ അനുകരണത്തെക്കുറിച്ചൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഈ കുറേ നിയമങ്ങൾ നൽകിക്കൊണ്ട് ഒരു എഴുത്തുകാരന് അല്ലെങ്കിൽ കലാകാരന് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ കാലിൽ ചങ്ങല ബന്ധിച്ചുകൊണ്ട് ഒരു നർത്തകനോട് നൃത്തം ചെയ്യാൻ പറയുന്നത് പോലെയാണ് ഈ ഒരവസ്ഥ എന്ന് പറയുന്നുണ്ട്. അത് ഏറെക്കുറെ ശരിയുമാണ്. കാരണം നിരവധി ചട്ടക്കൂടുകളും നിയമങ്ങളും കുറേ സംഹിതകളും വെച്ചുകൊണ്ട് അതിനകത്ത് നിന്ന് രചന നിർവഹിക്കണം, അതിനകത്ത് നിന്ന് ഒരു കലയെ സൃഷ്ടിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും കലാകാരനും എഴുത്തുകാരനും എല്ലാം വളരെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ കഴിവിൻ്റെ ആ പരമോന്നതമായ അവസ്ഥയിലേക്ക് കടന്നു പോകാൻ കഴിയാത്ത ആ ഒരു ശുഷ്കമായ അവസ്ഥയിലേക്ക് അതിനെ ചുരുക്കുകയും ക്രമേണ അങ്ങനെ സംഭവം ഇല്ലാതെയായിട്ട് ഒരുപക്ഷെ മാറിയേക്കാൻ പോലും സാധ്യതയുള്ളതാണ് ഈ അനാവശ്യങ്ങളായ കുറേ നിയമസംഹിതകൾ എന്നുള്ളതാണ്. പലരും നിയമസംഹിതകളിൽ നിന്ന് എഴുതാൻ ശ്രമിച്ചവരാണ്, എഴുതിയവരാണ്. ഇവിടെ അത്തരത്തിലുള്ള നിയമത്തിനകത്ത് നിന്നിട്ട് എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ ധർമ്മ സങ്കടമാണ് ഈ കാലിൽ ചങ്ങല ബന്ധിച്ചുകൊണ്ട് നർത്തകനോട് നൃത്തം ചെയ്യാൻ പറയുന്ന ഒരവസ്ഥ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ചുരുക്കത്തിൽ സോളമൻ പറഞ്ഞതുപോലെ സൂര്യന് കീഴെ ഒന്നും തന്നെ ഇല്ല പുതുതായിട്ട്. പരിപൂർണ നൂതനത്വം എന്നത് സുന്ദരമായ ഒരാകാശ കുസുമം മാത്രമാണ്. പുതുമ എന്നൊന്നില്ല, പുതിയതായിട്ടൊന്നും നൽകുന്നില്ല. എന്നാൽ കാഴ്ചപ്പാടുകൾ, എന്നാൽ അവൻ്റെ നോക്കിക്കാണുന്ന രീതികൾ, അവൻ്റെ അവതരണ രീതികൾ, അവൻ്റെ ഘടനാപരമായ സവിശേഷതകൾ, ഇതെല്ലാം ഒരു എഴുത്തുകാരന്, ഒരു കലാകാരന് മാറ്റിമറിക്കാൻ കഴിയും. അങ്ങനെ മാറ്റിമറിച്ചുകൊണ്ട് അത്തരത്തിലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമ്പോഴാണ് പലപ്പോഴും ചിലതെല്ലാം ക്ലാസിക്കായിട്ട്, കാലാതിവർത്തിയായിട്ട് നമുക്കിടയിൽ നിൽക്കുന്നത്. പല രചനകളും അത്തരത്തിൽ ദസ്തയേവ്സ്കിയെ പോലെയുള്ള ആളുകളുടെ രചനകൾ അത്തരത്തിലുള്ള ലോക സാഹിത്യത്തെ വളരെ മനോഹരമായിട്ട് ജീവിതത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ജീവിതത്തിനോട് നീതി പുലർത്തിക്കൊണ്ട് ഇത്രയും ജീവിതങ്ങളുണ്ട് എന്നുള്ളതും, ഈ ജീവിതങ്ങൾ പലപ്പോഴും മനുഷ്യനെ ദൈനംദിനം ഇങ്ങനെ പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും, ജീവിതം എന്ന് പറയുന്നത് ജീവിക്കാനുള്ളതാണ് എന്നുള്ള ഒരവസ്ഥ നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് പലപ്പോഴും പല എഴുത്തുകാരും എന്നുള്ളതാണ്. വേദനയിൽ നിന്നാണ് ഏറ്റവും മഹത്തായ കാവ്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് പലപ്പോഴും പറയപ്പെടുന്നത്. അത്തരത്തിലുള്ള ചില കാവ്യങ്ങളിലേക്ക്, ചില എഴുത്തുകളിലേക്കെല്ലാം, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഘടനകളിലേക്ക്, അതിൻ്റെ സവിശേഷതകളിലേക്ക്, എന്താണ് നിയോ ക്ലാസിസം, ആ ന്യൂ ക്ലാസിസം അവതരിപ്പിക്കുക വഴി എന്താണ് അവിടെ സാധ്യമാക്കിയത്, ആ കാലഘട്ടത്തിലെ കൃതികൾ അനുകരണം എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഏറ്റവും മഹത്തരം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തിനും ഒരു ചട്ടക്കൂടത്തിൻ്റെ അതിലേക്കും ഒരു എഴുത്തുകാരുടെ ഒരു ചുറ്റുപാടിനിടയിലേക്കൊക്കെ നിയോ ക്ലാസിസം കഴിയുകയും റൊമാൻറ്റിക് യുഗം വരികയും അതുപോലെ തന്നെ മറ്റ് പല രീതിയിലുള്ള ആധുനികതയും ഉത്തരാധുനികതയും എല്ലാം കടന്നു വന്നു എന്നുള്ളതാണ്. ലോക സാഹിത്യം അക്കാലഘട്ടത്തിൽ ഇത്ര വിപുലമായ രീതിയിൽ ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കാലം മാറി. ഇന്ന് ലോകത്തെ എല്ലാ സാഹിത്യങ്ങളും, എല്ലാ സാഹിത്യ ചലനങ്ങളും ലോകത്താകമാനമുള്ള വായനക്കാരൻ ചർച്ച ചെയ്യപ്പെടുന്നു, അവൻ അറിയുന്നു എന്നുള്ളതാണ് ഈ ഗ്ലോബലൈസേഷന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രത്യേകതയും വായനയുടെ ആ ഒരു രസതന്ത്രം എന്താണെന്നുള്ള കൃത്യമായിട്ട്
വേഗത്തിൽ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും എഴുതുകയും പറയുകയുമെല്ലാം വേഗത്തിൽ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. തോമസ് റൈമർ എല്ലാ കാവ്യത്തിൻ്റെയും ലക്ഷ്യം ആനന്ദിപ്പിക്കലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലയിനം കാര്യങ്ങൾ ഉപദേശം കൂടാതെ ആനന്ദിപ്പിക്കും. ദുരന്ത നാടകമെഴുതുന്ന ആർക്കും ഉത്ബോധനം കൂടാതെ ആനന്ദിപ്പിക്കാൻ സാധ്യമല്ലെന്ന് എനിക്കുറപ്പുണ്ട്. എങ്ങനെ ഡ്രൈഡനെ പോലെ ആനന്ദവാദിയായി പ്രത്യക്ഷപ്പെടുന്ന റൈമർ തന്നെ എല്ലാ കാവ്യത്തിൻ്റെയും ലക്ഷ്യം ധർമ്മത്തിൻ്റെ വിജയം കാട്ടലാണെന്നും പറഞ്ഞാൽ എന്താണ് ഇതിനർത്ഥം? അദ്ദേഹത്തിൻ്റെ വീക്ഷണം അടിസ്ഥാനപരമായി പ്രബോധനാത്മകമാണെന്ന് തന്നെ വേണം കരുതാൻ. അപ്പോൾ ഇത്തരത്തിൽ ഒരു രചനയുടെ പിന്നിലെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് ആനന്ദിപ്പിക്കൽ മാത്രമല്ല, ഉത്ബോധിപ്പിക്കൽ കൂടെയാണ് എന്നുള്ള ഒരു ചിന്തയാണ് ഇതിലൂടെ അക്കാലഘട്ടത്തിൽ എഴുത്തുകാർ പകരാൻ ശ്രമിച്ചിരുന്നത്. മാത്രമല്ല അവർ അനുകരണത്തിൽ വളരെയധികം തൽപരരായിരുന്നു. അനുകരിക്കലാണ് ശരി എന്ന് അക്കാലഘട്ടത്തിൽ കരുതിയിരുന്നു. ഇങ്ങനെ ആ കാലഘട്ടത്തിലെ രചനാപരമായ കാര്യങ്ങളുടെ മുഴുവൻ സിദ്ധാന്തങ്ങളും അവതരിപ്പിക്കുക വഴി പ്രൊഫസർ പന്മന രാമചന്ദ്രൻ നായർ നിയോ ക്ലാസിസം മലയാളത്തിലേക്ക് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സമഗ്രമായി തന്നെയാണ് ഇത് പരിചയപ്പെടുന്നത്. എന്താണ് ക്ലാസിസം എന്നുള്ളിടത്ത് ആ വാക്കിൻ്റെ ഒരു അർത്ഥം മുതൽ ഇങ്ങ് അവസാനത്തിലേക്ക് എത്തുമ്പോൾ വിവിധ ഇനം സാഹിത്യ ശാഖകളുടെ രചനാ സിദ്ധാന്തങ്ങളുപരമായ സമീപനങ്ങളെ, സിദ്ധാന്തങ്ങളെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് ഈ ഒരു കൃതിയിലൂടെ നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിയോ ക്ലാസിസം സാഹിത്യ പഠിതാക്കൾക്ക് അല്ലെങ്കിൽ സാഹിത്യത്തിൽ കാലാകാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ് പുതിയ നൂതനമായിട്ട് കടന്നു വന്നത്, അല്ല എന്താണ് നമ്മൾ തിരസ്കരിക്കപ്പെട്ടത്, എങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ച് ചരിത്രപരമായ ഒരു അന്വേഷണം കൂടെയാണ് നിയോ ക്ലാസിസം എന്ന് പറയുന്ന പ്രൊഫസർ പന്മന രാമചന്ദ്രൻ നായരുടെ ഈ ഒരു കൃതി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരമാണ് ഈ ഒരു പുസ്തകം എത്തിച്ചിരിക്കുന്നത്.